പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന പാഠഭാഗത്തെ പറ്റിയിട്ടാണ്. ഈ പാഠഭാഗത്തിൽ 3 വാതക നിയമങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ വാതക നിയമങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാതക നിയമങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വാതകങ്ങളെപ്പറ്റി ചില പ്രസ്താവനകൾ നമുക്ക് നോക്കാം. നമുക്കറിയാം, പദാർത്ഥങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെ പല അവസ്ഥകളിലും കാണപ്പെടുന്നുണ്ട്. ഖരം, ദ്രാവകം എന്നിവയെ അപേക്ഷിച്ച് വാതകങ്ങൾക്ക് വളരെയധികം സവിശേഷതകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ വാതകത്തിലും അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും അനേകം വാതകങ്ങളുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഓക്സിജനും അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള വാതകങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ ഈ വാതകങ്ങളിലൊക്കെ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള അനേകം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു, മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്നു. ഓരോ വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ്. വാതകത്തിലെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വാതകത്തിൽ അതിസൂക്ഷ്മങ്ങളായിട്ടുള്ള അനേകം തന്മാത്രകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ തന്മാത്രകളൊക്കെ പല ദിശകളിലായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഒരു വാതകത്തിൻ്റെ മൊത്തം വ്യാപ്തവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഒരു തന്മാത്രകളുടെ വ്യാപ്തം എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. അതായത് ഒരു 100 ഓറഞ്ച് ഉണ്ട്, അതിനൊരു മൊത്തത്തിലൊരു വ്യാപ്തം ഉണ്ടാവുമല്ലോ. 100 ഓറഞ്ചിനൊരു മൊത്തത്തിലൊരു വ്യാപ്തം ഉണ്ടാവുമല്ലോ. അതും അതിലെ ഒരു ഓറഞ്ച് തമ്മിലുള്ള വ്യാപ്തമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ വളരെ നിസ്സാരമല്ലേ, വളരെ ചെറുതല്ലേ ഒരു ഓറഞ്ചിൻ്റെ വ്യാപ്തം. അതുപോലെ തന്നെയാണ് വാതകത്തിൻ്റെ മൊത്തം വ്യാപ്തവും അതേപോലെ അതിലൊരു തന്മാത്രയുടെ വ്യാപ്തവും എന്ന് പറയുന്നത് 100 ഓറഞ്ചും ഒരു ഓറഞ്ചും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്, വളരെ നിസ്സാരമാണ്. അതേപോലെ ഈ തന്മാത്രകളൊക്കെ പല ദിശകളിലായിട്ട്, കൃത്യമായിട്ടുള്ള ദിശയൊന്നുമില്ല, പല ദിശകളിലായിട്ട് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. പല ദിശകളിലായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ തന്മാത്രകളുടെ ഈ ചലനത്തിൻ്റെ ഫലമായിട്ട് തന്മാത്രകൾ പരസ്പരം കൂട്ടിയിരിക്കുന്നു. ഒരു റൂമിൽ ഒരു 100 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. 100 ആൾക്കാർ പല ദിശകളിലായിട്ട് സഞ്ചരിക്കുന്നു. അപ്പോൾ പല ദിശകളിലായിട്ട് സഞ്ചരിക്കുമ്പോൾ എന്തായാലും കൂട്ടിയിടിക്കുമല്ലോ. അതേപോലെയാണ് തന്മാത്രകൾ പല ദിശകളിലായിട്ട് ക്രമരഹിതമായിട്ട് ചലിക്കുന്നു. ഈ ചലനത്തിൻ്റെ ഫലമായിട്ട് തന്മാത്രകൾ കൂട്ടിയിടിക്കുന്നു. വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തികളിലും ചെന്നിരിക്കുന്നു. അപ്പോൾ ഇത് പരസ്പരം കൂട്ടിയിരിക്കുന്നത് ഇല്ലാതെ അവർ വാതകം സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ഭിത്തിയിലും ചെന്നിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് വാതകമർദ്ദം അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഒരു സിലിണ്ടറിലാണ് നമ്മൾ വാതകം നിറച്ച് വെച്ചിട്ടുള്ളത് നോക്കാം, വിചാരിക്കാം. അപ്പോൾ ഈ സിലിണ്ടറിനകത്തുള്ള വാതകത്തിൽ അനേകം തന്മാത്രകളുണ്ട്. ആകെ വാതകത്തിൻ്റെ വ്യാപ്തവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു തന്മാത്രയുടെ വ്യാപ്തം വളരെ ചെറുതാണ്. അതേപോലെ ഈ തന്മാത്രകളൊക്കെ അനേകായിരം തന്മാത്രകളൊക്കെ പല ദിശകളിലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഈ തന്മാത്രകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവ തമ്മിൽ കൂട്ടിയിരിക്കുന്നുണ്ട്. അതേപോലെ ഈ സിലിണ്ടറിൻ്റെ ഭിത്തിയുമായിട്ട് ഈ തന്മാത്രകൾ കൂട്ടിയിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? വാതകമർദ്ദം ഉണ്ടാവുന്നത്. അടുത്ത സവിശേഷതയാണ് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റിക് സ്വഭാവമുള്ളതായതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ എന്താണ്? ഇലാസ്റ്റിക് സ്വഭാവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. ഊർജ്ജം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. വാതക തന്മാത്രകൾ തമ്മിലും വാതക തന്മാത്രകളുടെ പാത്രത്തിൻ്റെ ഭിത്തിയും തമ്മിലും ആകർഷണം തീരെയില്ല. വാതക തന്മാത്രകളും തമ്മിലും അതേപോലെ വാതക തന്മാത്രകളും പാത്രത്തിൻ്റെ ഭിത്തിയുമായിട്ടും തമ്മിൽ ആകർഷണം തീരെയില്ല എന്നൊക്കെയാണ് വാതകങ്ങളുടെ സവിശേഷതയായിട്ട് ഇവിടെ പറയുന്നത്. വാതകങ്ങളുടെ സവിശേഷത പഠിച്ചതിന് ശേഷം നമുക്ക് ഈ കോളം ഒന്ന് പൂരിപ്പിച്ച് നോക്കിയാലോ. വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലാണ്. അതേപോലെ തന്മാത്രകൾ തമ്മിലുള്ള അകലം അത് വളരെ കൂടുതലാണ്. തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യവും വളരെ കൂടുതലാണ്. തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. അതായത് തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലായതുകൊണ്ട് തന്നെ ഇവ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ തന്മാത്രകൾക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ഇനി ഖരത്തിലാണെങ്കിൽ തന്മാത്രകൾ വളരെ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആകർഷണ ബലം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ തന്മാത്രകൾക്കൊന്നും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചലന സ്വാതന്ത്ര്യം കൂടുതലുള്ളത് വാതകാവസ്ഥയിലാണ്. പദാർത്ഥങ്ങൾക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലുള്ളത് പദാർത്ഥങ്ങളിലാണ്. അടുത്തതായി നമ്മൾ വാതകത്തിൻ്റെ വ്യാപ്തത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. അതായത് നമ്മൾ 1 ലിറ്റർ ദ്രാവകം അത് നമ്മൾ ഏത് വലുപ്പത്തിലുള്ള പാത്രത്തിലേക്ക് മാറ്റിയാലും അതിൻ്റെ വ്യാപ്തത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ 1 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിൽ വെച്ചിരിക്കുന്ന ഒരു വാതകം 5 ലിറ്റർ വ്യാപ്തമുള്ള ഒരു സിലിണ്ടറിലേക്ക് പൂർണ്ണമായും മാറ്റിയാൽ വാതകത്തിൻ്റെ വ്യാപ്തം 5 ലിറ്ററായിട്ട് മാറും. അതായത് 1 ലിറ്റർ വെള്ളം നമ്മളൊരു 3 ലിറ്റർ പാത്രത്തിലെടുത്താലും 5 ലിറ്റർ പാത്രത്തിലെടുത്താലും അതിൻ്റെ വ്യാപ്തത്തിൽ മാറ്റമൊന്നുമില്ല, 1 ലിറ്റർ തന്നെയാണ്. പക്ഷേ വാതകത്തിൻ്റെ കേസിൽ അങ്ങനെയല്ല. വാതകത്തിൻ്റെ വ്യാപ്തം അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. അതിപ്പോൾ 1 ലിറ്റർ സിലിണ്ടറിലുള്ള വാതകം എന്ന് പറയുന്നത് 5 ലിറ്റർ സിലിണ്ടറിലേക്ക് പോയാൽ അതിൻ്റെ വ്യാപ്തം 5 ലിറ്ററായിട്ട് മാറും.
പാത്രത്തിൻ്റെ വ്യാപ്തം എത്രയാണോ അതായിരിക്കും അതിൽ സ്ഥിതി ചെയ്യുന്ന വാതകത്തിൻ്റെ വ്യാപ്തം. അപ്പോൾ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിക്കാം. 2 ലിറ്റർ സിലിണ്ടറിലുള്ള വാതകം പൂർണ്ണമായും നമ്മൾ 5 ലിറ്റർ സിലിണ്ടറിലേക്ക് മാറ്റിയാൽ അതിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ഇക്കാര്യം പഠിച്ചിട്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കും 2 ലിറ്റർ തന്നെയാണ്. പക്ഷെ അങ്ങനെയല്ല. 2 ലിറ്റർ വ്യാപ്തമുള്ള സിലിണ്ടറിലുള്ള വാതകം പൂർണ്ണമായും 5 ലിറ്റർ സിലിണ്ടറിലേക്ക് മാറ്റിയാൽ 5 ലിറ്റർ ആയിട്ട് ആ വാതകത്തിൻ്റെ വ്യാപ്തം മാറും. പാത്രത്തിൻ്റെ വ്യാപ്തം എത്രയാണോ അതായിരിക്കും വാതകത്തിൻ്റെ വ്യാപ്തം. മനസ്സിലായല്ലോ? പാത്രത്തിന് എത്രയാണോ വ്യാപ്തം അതായിരിക്കും വാതകത്തിൻ്റെ വ്യാപ്തം. ദ്രാവകത്തിൻ്റെ കേസിൽ അങ്ങനെയല്ല. ദ്രാവകം ഏത് പാത്രത്തിലായാലും അതിൻ്റെ വ്യാപ്തത്തിൽ മാറ്റമുണ്ടാകുന്നില്ല. അടുത്തതായി നമ്മൾ വാതകത്തിൻ്റെ മർദ്ദത്തെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. കാണേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് യൂണിറ്റ് പരപ്പളവിലെ ബലം ഈക്വൽ ടു പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ്. അപ്പോൾ ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണെന്ത്? മർദ്ദം എന്ന് പറയുന്നത്. ഓർമ്മിച്ച് വെക്കണം. പ്രസ്താവനയായിട്ട് ചോദിക്കാം. വാതകവും താപനിലയും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നോക്കാം. വാതകത്തിലെ തന്മാത്രകൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? ഗതികോർജ്ജമാണ്. ചലനം മൂലം നമുക്ക് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം. അപ്പോൾ വാതകത്തിലെ തന്മാത്രകൾ നിരന്തരം ചലിക്കുന്നു. അവയ്ക്ക് എന്തുണ്ട്? ഗതികോർജ്ജമുണ്ട്. അടുത്തതായിട്ട് വാതകത്തെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? താപനില കൂടും. താപനില കൂടുമ്പോൾ എന്ത് ചെയ്യും? വാതകത്തിലെ താപനില കൂടിയാൽ തന്മാത്രകളുടെ ചലനത്തിൽ എന്ത് മാറ്റം ഉണ്ടാവും? തന്മാത്രകളുടെ ചലനവും കൂടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതുമൂലം തന്മാത്രകളുടെ ഊർജ്ജത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? തന്മാത്രകളെ ചലിക്കുന്നതിൻ്റെ വേഗം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഗതികോർജ്ജം കൂടും. അപ്പോൾ വാതകങ്ങളെ ചൂടാക്കുമ്പോൾ തന്മാത്രകളുടെ ചലനം കൂടുമ്പോൾ ഗതികോർജ്ജം കൂടുന്നു. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ത്? അതിൻ്റെ താപനില. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. അപ്പോൾ നമ്മൾ താപനില കൂട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ തന്മാത്രകളുടെ ഗതികോർജ്ജം കൂടും. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവാണെന്ത്? അതിൻ്റെ താപനില. അപ്പോൾ നമ്മൾ വാതകങ്ങളെ പറ്റി അറിയേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വാതക നിയമങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ നിയമമാണ് ബോയിൽ നിയമം. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് ബോയിലാണ്. ഈ ബന്ധം ബോയിൽ നിയമം എന്നറിയപ്പെടുന്നു. അപ്പോൾ ബോയിൽ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? റോബർട്ട് ബോയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ബ്രിട്ടീഷ് ഭൗതിക രസതന്ത്ര ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ റോബർട്ട് ബോയിൽ ആവിഷ്കരിച്ച ബോയിൽ നിയമം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും. ഏതാണ് സ്ഥിരം? താപനില, ടെമ്പറേച്ചർ എന്താണ്? സ്ഥിരമാണ്. അതേസമയം വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീതാനുപാതത്തിലായിരിക്കും. വിപരീതം എന്ന് വെച്ചാൽ രണ്ടും ഓപ്പോസിറ്റ് ആണ്. അതായത് വാതകത്തിന്റെ വ്യാപ്തം നമുക്ക് V ആയിട്ട് എടുക്കാം, മർദ്ദം നമുക്ക് P ആയിട്ട് എടുക്കാം. അപ്പോൾ വ്യാപ്തം കൂടുന്നു വിചാരിക്കാം. വ്യാപ്തം എന്ന് പറയുമ്പോൾ വോളിയം നമ്മൾ കൂട്ടുന്നു. വ്യാപ്തം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വിപരീത അനുപാതം എന്ന് പറയുമ്പോൾ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയണമല്ലോ. അപ്പോൾ വ്യാപ്തം കൂടുമ്പോൾ പ്രഷർ കുറയുമെന്നാണ് ബോയിൽ പറഞ്ഞത്. അതേപോലെ വ്യാപ്തം കുറയുമ്പോൾ പ്രഷർ കൂടും. രണ്ടും വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് കൂടും എന്നാണ് ആര് പറഞ്ഞത്? റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷ് രസതന്ത്ര ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നിയമമാണെന്ത്? ബോയിൽ നിയമം. ഇതിലേതാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്? താപനിലയാണ് സ്ഥിരമായിട്ടുള്ളത്. ആ സമയത്ത് ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് ബോയിൽ നിയമം പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഓർത്തു വെക്കാം. നമ്മളെല്ലാവരും അക്വേറിയം കാണുന്നതാണല്ലോ. ഈ അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന്, അതായത് ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഈ ചിത്രത്തിൽ തന്നെ താഴെയുള്ള കുമിളകൾ പറയുന്നത് ചെറുതാണ്. മുകളിലോട്ട് പോകുന്നത് അനുസരിച്ച് ഈ കുമിളകളുടെ വലിപ്പം കൂടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബോയിൽ നിയമം വെച്ച് പറയാൻ പറ്റും. ഈ അക്വേറിയത്തിൻ്റെ അടിയിൽ പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷറും വ്യാപ്തവും വിപരീത അനുപാതത്തിലാണെന്നാണ് ബോയിൽ നിയമം പറയുന്നത്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കുമിളകളുടെ വ്യാപ്തം കുറയുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയും. അതേസമയം അക്വേറിയത്തിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? വ്യാപ്തം കൂടും. അപ്പോൾ നമ്മുടെ കുമിളകളുടെ വലുപ്പം കൂടും. അതുകൊണ്ടാണ് ഈ അക്വേറിയത്തിന് താഴെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും കുമിളകളുടെ വലുപ്പം കൂടാൻ കാരണം. പ്രഷർ അടിത്തട്ടിൽ കൂടുതലും അതേസമയം മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയുന്നു. അതിനനുസരിച്ച് വ്യാപ്തം കൂടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് ബോയിൽ നിയമം ഓർത്തു വെക്കാം. അപ്പോൾ ബോയിൽ നിയമം പറയുന്നത് വ്യാപ്തവും അതേപോലെ മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്നാണ് ബോയിൽ നിയമം പറയുന്നത്. അടുത്ത നിയമം ചാൾസ് നിയമം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇത് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ്റെ പേര് പറയുന്നത് ജാക്വസ് ചാൾസ് എന്നാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജാക്വസ് ചാൾസ് ആണ്
ചാൾസ് നിയമം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോയിൽ നിയമം പറയുന്നത് പ്രഷറും അതേപോലെ വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ ചാൾസ് നിയമം പറയുന്നത് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ്. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് നിയമം പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ചാൾസ് നിയമത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, എന്താണ് പ്രഷർ സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വിപരീതം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അതേസമയം നേർ അനുപാതത്തിൽ എന്ന് വെച്ചാൽ അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും, ഒരേപോലെയാണ്, കൂടുമ്പോൾ ഒന്നിച്ച് മറ്റതും കൂടും എന്നാണ് ഈ നേർ അനുപാതത്തിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാൾസ് നിയമം പറയുന്നത് മർദ്ദം സ്ഥിരമാണ്, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുമ്പോൾ വോളിയം, അതും നമ്മുടെ ടെമ്പറേച്ചറും നേർ അനുപാതത്തിലാണ്. വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമെന്നാണ് ചാൾസ് നിയമം പറയുന്നത്. വ്യാപ്തം V എന്നും താപനില T എന്നും സൂചിപ്പിച്ചാൽ V/T എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്നാണ് ചാൾസ് നിയമം പറയുന്നത്. അപ്പോൾ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ചാൾസ് നിയമം പറയുന്നത്. അത് വെച്ച് നമുക്കൊരു ഉദാഹരണം ഓർത്തു വെക്കാം. വായു നിറച്ച ഒരു ബലൂണ് വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു. അതിന്റെ കാരണം നമുക്ക് ചാൾസ് നിയമം വെച്ച് പറയാൻ പറ്റും. വായു നിറച്ച ഒരു ബലൂണിന്റെ അകത്ത് എന്താ ഉള്ളത്? വായുവാണുള്ളത്. അതായത് ബലൂണിന്റെ വ്യാപ്തം ഈ വെയിലത്ത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നേർ അനുപാതമല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ വ്യാപ്തവും കൂടും. വ്യാപ്തം കൂടുമ്പോൾ ബലൂണിന്റെ വ്യാപ്തം കൂടും. ആ സമയത്താണ് നമ്മുടെ ബലൂണ് പൊട്ടിപ്പോകുന്നത്. അപ്പോൾ ബലൂണ് വെച്ച് നമുക്ക് ചാൾസ് നിയമം ഓർത്തു വെക്കാം. അടുത്ത നിയമമാണ് അവഗാഡ്രോ നിയമം. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം പറഞ്ഞിട്ടുള്ള നിയമമാണ് അവഗാഡ്രോ നിയമം. ഇത് ആവിഷ്കരിച്ചത് ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള അമേഡിയോ അവഗാഡ്രോ ആണ്. നിങ്ങളെല്ലാവരും അവഗാഡ്രോ നമ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ അവഗാഡ്രോ ആണ് അവഗാഡ്രോ നിയമം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധമാണ് അവഗാഡ്രോ നിയമം എന്നറിയപ്പെടുന്നത്. എന്ത് ബന്ധമാണ്? വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം. ആ അവഗാഡ്രോ നിയമം എന്താണ് പറയുന്നത് നോക്കാം. അതാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ ടെമ്പറേച്ചറും പ്രഷറും സ്ഥിരമാണ്. ആ സമയത്ത് വാതകങ്ങളുടെ വ്യാപ്തം എന്ന് പറയുന്നത് ആ തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇപ്പോൾ എണ്ണം നമുക്ക് N ആയിട്ട് എടുത്താൽ വ്യാപ്തം എന്ന് പറയുന്നത് വോളിയം ആയാൽ അത് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്, നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? താപനിലയും ടെമ്പറേച്ചറും പ്രഷറും മർദ്ദവും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് അവഗാഡ്രോ നിയമം പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 3 നിയമങ്ങളെ പറ്റി പഠിച്ചു. അതേപോലെ വാതകങ്ങളെ പറ്റി അടിസ്ഥാനപരമായിട്ട് അറിയേണ്ട കാര്യങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. 2 നിയമങ്ങൾ ഓർത്ത് വെക്കാം. നമുക്ക് അക്വേറിയവും അതേപോലെ ബലൂണും ഓർത്ത് വെക്കാം. 3ാമത്തെ നിയമം നമുക്ക് തന്നെ സ്വന്തമായിട്ടൊന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ 3 നിയമങ്ങളെ പറ്റി ഉള്ള ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.